ഫ്രണ്ട്സ് ഗുഡ് ആപ്പിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് BSNL FTTHൻ്റെ ഒരു സെറ്റിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് നമുക്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ്. നമ്മൾ ഈ BSNL സൈറ്റിൽ പോയിട്ട് എങ്ങനെ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇമെയിൽ അഡ്രസ്സ് മാറ്റണമെങ്കിലോ ഇപ്പോൾ നമുക്ക് ഇമെയിലും ഫോൺ നമ്പർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ പുതിയ ബാനറാണ് ചാനലിൻ്റെ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ഒക്കെ ചെയ്യാട്ടോ നമ്മുടെ വീഡിയോസൊക്കെ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഡയറക്റ്റ് ഗൂഗിളിലേക്ക് പോകാം. അപ്പോൾ ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് BSNL എന്ന് അടിച്ചു കൊടുത്താൽ മതി. BSNL എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന റിസൾട്ടിൽ നമ്മുടെ സൈറ്റ് തന്നെയാണ് വരിക. പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് portal.bsnl.in എന്നിട്ട് സൈറ്റാണ് വരിക. അപ്പോൾ ഇതിലേക്ക് കയറാം. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം BSNL കുറച്ച് ന്യൂസുകളൊക്കെ വരും ഇവിടെ. പിന്നെ ഇവിടെ ഹോം, ലാൻഡ് ലൈൻ, മൊബൈൽ നമ്പർ, ഇവിടെ സൈൻ ഇൻ ഉണ്ട്. നിങ്ങൾക്ക് സൈൻ ഇൻ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കത് അത് ചെയ്യണമെങ്കിൽ നമുക്ക് സൈൻ ഇൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ സൈൻ ചെയ്യാണ്ടിരിക്കുക, അതാണ് ഒരു മെയിൻ സംഭവം. നമുക്ക് ഡയറക്റ്റ് ലാൻഡ് ലൈൻ ഓപ്ഷൻ ആണല്ലേ, അതിലേക്ക് പോകാം. അപ്പോൾ ലാൻഡ് ലൈൻ ഓപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻഡിവിജ്വൽ, ഭാരത് ഫൈബർ, ബിൽസ്, നമുക്ക് ഫോൺ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ ബില്ലൊക്കെ കിട്ടും. അതേപോലെ ക്ലോസ്ഡ് അക്കൗണ്ട് ബിൽ പേയ്മെൻ്റ് ഒക്കെ കാണാം. അതുപോലെ വിങ്സ് ഉള്ളവർക്ക് പിന്നെ കോർപ്പറേറ്റ് ബില്ലാണ്. പിന്നെ അപ്ഡേറ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ന്യൂ ആയിട്ടൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്ന സംഭവമാണത്. അപ്പോൾ നമുക്കിത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ലാൻഡ് ലൈൻ നമ്പറും അതുപോലെ ഈ കോഡ് അടിച്ചു കൊടുക്കാൻ പറയും. ഇപ്പോൾ എൻ്റെ ലാൻഡ് ലൈൻ നമ്പർ നമ്മുടെ ലാൻഡ് ലൈൻ നമ്പർ നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ ഫൈബറിൻ്റെ നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ നോർമൽ ലാൻഡ് ലൈൻ ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ. അപ്പോൾ 0487 ഞാൻ എൻ്റെ നമ്പർ ഒന്ന് അടിക്കട്ടെ. അപ്പോൾ ഞാൻ അടിച്ചിട്ടുണ്ട്. തെറ്റിപ്പോയി. 0487 തൃശ്ശൂർ ആയതുകൊണ്ട് ഏത് നിങ്ങളുടെ കോഡ് അനുസരിച്ചിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. 32 അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കോഡും കൂടെ അടിക്കണം. 368754 സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽസ് കിട്ടും. നമ്മുടെ പേരും ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോൾ കൊടുത്തേക്കുന്ന മൊബൈൽ നമ്പറും അതുപോലെ ഇമെയിൽ അഡ്രസ്സൊക്കെ കിട്ടും. അത് കാണിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ രജിസ്റ്റർ ഫോൺ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ വന്നു, അതുപോലെ ഇമെയിൽ ID വന്നു. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് പ്ലീസ് സെലക്ട് എന്നിട്ട്. അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത് ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് എക്സിസ്റ്റിംഗ് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണെങ്കിൽ നിങ്ങൾക്ക്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ പേരിലൊക്കെ ആവശ്യമുണ്ടല്ലോ ശരിക്കും. പക്ഷേ അതൊരു ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ വാണ്ട് ടു മോഡിഫൈ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ മാത്രം മാറ്റണമെങ്കിൽ എതിർക്കുക. പിന്നെ ഇമെയിൽ അഡ്രസ്സ് മാറ്റണമെങ്കിൽ എതിർക്കുക. അല്ലെങ്കിൽ രണ്ടും മാറ്റണമെങ്കിൽ രണ്ട് ഓപ്ഷൻ എടുക്കുക. പക്ഷേ നമുക്ക് ആദ്യം കൊടുത്തേക്കുന്ന നമ്പറിൻ്റെ അക്സസ് വേണം കേട്ടോ, അതിന് കുഴപ്പം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും വരും ഇവിടെ, ഡോണ്ട് ഹാവ് അക്സസ് ടു ദ അബവ് മൊബൈൽ നമ്പർ, ഐ ഹാവ് അക്സസ് ടു ദ അബവ് നമ്പർ. അപ്പോൾ നമുക്ക് ഐ ഹാവ് അക്സസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു OTP ആയിട്ട് വരും. അപ്പോൾ അത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നില്ല, എനിക്കിപ്പോൾ എന്തായാലും ഇപ്പോൾ മെസ്സേജ് വന്നുണ്ട്, സൗണ്ട് വന്നു. അപ്പോൾ ഇതല്ലെങ്കിൽ നമുക്ക് ഇതാണെങ്കിൽ ഇവിടെ നമുക്കിപ്പോൾ പുതിയ നമ്പറിൻ്റെ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മൊബൈലിനെ കൂടെ നമ്മൾ വെരിഫിക്കേഷൻ ചെയ്യണം. എന്ന് വെച്ചാൽ ഈ ഒരു 1502 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ട്, അതിലേക്ക് നമ്മൾ വിളിച്ചിട്ട് അത് OTP വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ മറ്റേതാണെങ്കിൽ നമുക്ക് ഓൾറെഡി ഈ നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ ഈ പരിപാടികളൊന്നും വേണ്ട. അപ്പോൾ ഇതാണെങ്കിൽ മറ്റേതാണെങ്കിൽ നമുക്ക് ഈ 1502 എന്ന് വിളിച്ചിട്ട് നമുക്കിപ്പോൾ അങ്ങനെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ OTPയും അത് കൂടെ പറഞ്ഞ് കേട്ടിട്ട് അടിക്കുകയൊക്കെ വേണം. അത് കുറച്ച് ഇതിനായിട്ട് മറ്റേനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലോങ് പ്രോസസ്സാണ്, അത്രേ ഉള്ളൂ. പക്ഷേ അത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ID പുതിയത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിലും അത് അപ്ഡേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എങ്ങനെ നമ്മുടെ ഫൈബർ കണക്ഷനിൽ നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ID എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാൻ പറയുക, അതുപോലെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.